ഹായ് ഓൾ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 8 ഓഫ് ആർ നെറ്റ് സീരീസ് ആണ്. ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ, നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കം ബാക്ക് ഹിയർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടുഡേസ് ക്വസ്റ്റ്യൻസ്. Today's first question is, arrange the following human spinal column divisions in correct sequence in descending order. So descending order എന്ന് പറയുന്നത് എന്താണ്? Higher to lower അല്ലെങ്കിൽ upper body to the lower body എന്നുള്ളതാണ്. Upper body to the bottom tail ബോണിലേക്ക് വരുന്ന ഒരു പെർട്ടിക്കുലർ ഹൈറാർക്കി, ആ സീക്വൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ദി ഓപ്ഷൻസ് include thoracic, coccygeal, sacral, cervical and lumbar. So the correct answer എന്തായിരിക്കും? The correct answer is cervical, thoracic, lumbar, sacral and finally coccygeal. So our human spinal cord division related questions കുറേ നെറ്റിൽ ചോദിച്ച് കാണാറുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ആർ അവെയർ ഓഫ് ഇറ്റ്. അതിലത്തെ ഓരോ ഡിവിഷനിൽ എത്ര വെർട്ടിബ്രേ ഉണ്ടെന്നും ക്ലിയർ ആയി അറിഞ്ഞിരിക്കുക. സോ സെർവിക്കൽ എന്ന് പറയുന്നത് നെക്ക് റീജിയനിലുള്ള വെർട്ടിബ്രേ ആണ്, വിച്ച് ഇൻക്ലൂഡ് 7 വെർട്ടിബ്രേസ്. Then comes thoracic. Thoracic എന്ന് പറയുന്ന spinal cord column ഉണ്ടാവുന്നത് majorly it's in the upper mid back body part of our body. So it includes 12 vertebrae. Lumbar, it includes the lower back ആയിട്ടുള്ള spinal column division ആണ്, which includes 5 vertebrae. Sacral എന്ന് പറയുന്നത് pelvis regionിലുള്ള fused bonesനെയാണ്, അതായത് 5 ഫ്യൂസ്ഡ് ആയിട്ടുള്ള വെർട്ടിബ്രേസ് ഉണ്ട്, അതിനെയാണ് സാക്രൽ റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കൊക്യുജിയൽ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലായിട്ടുള്ളത് ലോവർ ടെയിൽ ബോണിലുള്ള ഏരിയനെയാണ് നമ്മൾ കൊക്യുജിയൽ എന്ന് പറയുന്നത്. അവിടെ 3 to 4 ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്പൈനൽ കോളം വെർട്ടിബ്രേ ഉണ്ട്. സോ അതിന്റെ ഒരു ആക്രോnym ടു ഓൾവേസ് റിമെമ്പർ ഇറ്റ് ഈസിലി വുഡ് ബി കാറ്റ്സ് ദാറ്റ് ലവ് സോഫ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഓർത്തിരിക്കുക. സോ കാറ്റ്സിലെ സെർവിക്കൽ, ദാറ്റിലെ thoracic, ലവിലെ lumbar, സാക്രലിലെ soft means sacral, S means sacral and finally questions is coccygeal എന്നുള്ളത് ഓർത്തിരിക്കുക. The next question is, which of the following methods of physiological psychology are considered as invasive methods? Okay, so physiological aspects of our brain അല്ലെങ്കിൽ cognition മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് there are certain ആയിട്ടുള്ള ഇൻവേസീവ് മെത്തേഡ്സ്. സോ വാട്ട് ഇൻവേസീവ്, വാട്ട് നോൺ ഇൻവേസീവ് എന്ന് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ഓപ്ഷൻസ് ഇൻക്ലൂഡ് ലീഷൻ, EEG electroencephalogram, ECOG അല്ലെങ്കിൽ electrocorticogram, magnetoencephalogram which is MEG and magnetic resonance imaging MRI. ഇല്ലാതെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is A and C only, which is lesion and electrocorticogram. Okay, so invasive methods എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇന്റർവെൻഷൻ ആണ്, അതായത് ബ്രെയിനിലേക്ക് ഡയറക്ട്ലി ഇൻവേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്തി ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് മനസ്സിലാക്കുന്നതിനെയാണ് ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സർജറി, ഇംപ്ലാന്റ്സ്, ഡയറക്റ്റ് റെക്കോർഡിങ്സിനെയൊക്കെ നമുക്ക് ഇൻവേസീവ് മെത്തേഡ്സ് ആയിട്ടും, നോൺ ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നു വിത്തൗട്ട് എനി പെനിട്രേറ്റിംഗ് ഓഫ് സ്കൾ, അതിനെയാണ് നോൺ ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ലീഷൻ ഒരു ഇൻവേസീവ് മെത്തേഡാണ്, അതായത് ഒരു പെർട്ടിക്കുലർ ബ്രെയിൻ ഏരിയനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടും ഡാമേജ് ചെയ്തുകൊണ്ടും അതിന്റെ ആ ഒരു ഏരിയ പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇൻവേസീവ് മെത്തേഡാണ് ലീഷൻ എന്ന് പറയുന്നത്. EEG എന്ന് പറയുന്നത് electroencephalogram എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. അവിടെ ഒരു പെനിട്രേഷൻ ഇൻ ടു ദി സ്കൾ ഒന്നുമില്ല, ബട്ട് റാദർ സ്കാൽപ്പ് ഇലക്ട്രോഡ്സ് ആർ കെപ്റ്റ് ടു മെഷർ, സ്കാൽപ്പിൽ ഇലക്ട്രോഡ്സ് ആർ കെപ്റ്റ് ടു മെഷർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ECOG അല്ലെങ്കിൽ electrocorticogram എന്ന് പറയുന്നത് ഇൻവേസീവ് മെത്തേഡ് ആണ്, കാരണം ഇലക്ട്രോഡ്സ് ആർ പ്ലേസ് ഡയറക്ട്ലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ സർഫസ് ഡ്യൂറിങ് എ സർജറിയിലേക്ക് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ് ഡയറക്ട്ലി. അതുകൊണ്ടാണ് ECOGനെ ഒരു ഇൻവേസീവ് മെത്തേഡ് ആയിട്ട് വിളിക്കുന്നത്. MEG എന്ന് പറയുന്നത് മാഗ്നെറ്റോഎൻസെഫലോഗ്രാം എന്ന് പറയുന്നത് വളരെ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. സോ ഇറ്റ് ഡിറ്റക്ട്സ് മാഗ്നറ്റിക് ഫീൽഡ്സ് ജനറേറ്റഡ് ബൈ ബ്രെയിൻ ആക്ടിവിറ്റി എക്സ്റ്റേണലി എങ്ങനെയാണ് ഒരു ബ്രെയിൻ മാഗ്നറ്റിക് ഫീൽഡ്സ് മനസ്സിലാക്കുന്നത്? ഇറ്റ്സ് ബൈ ദി MEG പ്രോസസ്. ആൻഡ് ഫൈനലി MRI എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡാണ് അഗൈൻ. ആൻഡ് ഹിയർ മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് റേഡിയോ വേവ്സ് ആർ ജനറേറ്റഡ് ടു ഗെറ്റ് ഇമേജസ് എന്നുള്ളതാണ് MRI എന്ന് പറയുന്ന ടെക്നിക്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ ECOGയും ലീഷനുമാണ് ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക.
The next question is Apgar scale assesses the health of newborns. Apgar scale evaluated the following. So Apgar scale എന്ന് പറയുന്നത് newbornsന്റെ ഒരു health മനസ്സിലാക്കാനും well-being മനസ്സിലാക്കാനും അവരെ rate ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു particular kind of scale ആണ്. So അതായിട്ടുള്ള interventions കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം it evaluates which of the following എന്നാണ് question. So Apgar എന്ന് പറയുന്നത് ഒരു acronym ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു expansion ഉണ്ട്. So the options include pupil dilation, body temperature, heart rate, muscle tone, and reflex irritability. And the correct answer. The correct answer is CDE only, which includes heart rate, muscle tone, and reflex irritability. Okay, so Virginia Apgar in 1952 on actually your scale developed and it is a very quick test done on newborn within a range at a time very important 1 to 5 minutes after birth നടക്കുന്ന ഒരു particular scale ആണ് Apgar scale എന്ന് പറയുന്നത് test ആണ്. Okay, so 5 signs of health ആണ് അത് measure ചെയ്യുന്നത് and it is rated on a scale of 0 to 2. Okay, 0, 1 or 2 എന്ന് പറയുന്നത് totally there are the range of that particular Apgar scale is 0 to 10 എന്നാണ്. Okay, so each item is measured on a rate of 0 to 2 and the total range of that particular scale is 0 to 10. So A stands for appearance. What is the skin color of baby? Then P is pulse, which is the heart rate of that particular baby. Then G is grimace. Grimace is actually the reflex irritability of that particular baby. A is activity, അല്ലെങ്കിൽ muscle tone എന്ന് പറയും. And then finally R is respiration. എത്രത്തോളം എഫേർട്ടോടാണ് ആ കുഞ്ഞ് ബ്രെത്ത് എടുക്കുന്നത് എന്നുള്ളതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെയാണ് നമ്മൾ അപ്ഗാർ സ്കെയിലിന്റെ എക്സ്പാൻഷൻ പോകുന്നത്. സോ പ്ലീസ് ഡു റിമെമ്പർ അപ്ഗാർ സ്കെയിൽ ഫോർ എക്സാമിനേഷൻ. ഓക്കെ, the next question is match list 1 and 2. So list 1 and list 2 കൊടുത്തിട്ടുണ്ട്. So the options in list 1 include multiple regression, regression equation, regression line. List 2 options include the formula to predict y variable values based on x variable, the straight line defining the relationship of x and y variables on squaring deviations around it, falling off the dependent variable as a result of independent values, and 4 is prediction of dependent variable as a result of 2 or more variables. So the correct answer എന്തായിരിക്കും? The correct answer is A, multiple regression എന്ന് പറയുന്നത് prediction of dependent variable as a result of 2 or more variables. B, which is regression, that the correct answer is falling off the dependent variables as a result of independent variables. Then C, one and regression equation. Regression equation means the formula to predict y variable values based on x variable ആണ്. And regression line is the straight line defining the relationship of x and y variables by squaring the deviations around it. Okay, so multiple regression എന്ന് പറയുന്നത് 2 or more independent variables അല്ലെ. Independent variable എന്താണ്, dependent variable എന്താണെന്നുള്ളതിന്റെ മേജർ ഐഡിയ എന്താണെന്ന് I hope you already know about it. So more than 2 variables ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു prediction മനസ്സിലാക്കാൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് predict ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെയാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറയുന്നത് വേർഡ് falling off എന്ന് പറയുന്നത് ഒരു വളരെ ഓഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിലും we can say that regression ഒരു predicting the dependent variable ആണ്. Okay, so from independent variable നിന്ന് dependent variable, so ഇവിടെ ഒരു ഒറ്റ independent variable ഉണ്ടെങ്കിൽ അതിനെ regression എന്ന് പറയും. more than one ഉണ്ടെങ്കിൽ multiple regression എന്ന് പറയും. then regression equation എന്ന് പറയുന്നത് ഒരു equation ആണ്. so ആ ഒരു equation വഴിയാണ് നമ്മൾ predict y from x എന്നുള്ള ഒരു ഐഡിയ ഉള്ളത്. so ആ equation ഓർത്തിരിക്കുക. and regression line is definitely the line, okay, the least square straight line എന്ന് പറയും, that fits the relationship between x and y by minimizing the squared deviations. Okay, the next question is damage to the ossicles, അതായത് മിഡിൽ ഇയറിലുള്ള ബോൺസിനെയാണ് ossicles എന്ന് പറയുന്നത്. due to severe ear infection can lead to which type of hearing loss? so hearing loss പല രീതിയിൽ ഉണ്ടാവും അല്ലേ. so it can be because of the stimulation one may receive, it can be because of the within the outer ear അല്ലെങ്കിൽ inner earലുള്ള certain kind of difficulties കാരണം hearing loss ഉണ്ടാവാം. maybe because of the conduction കാരണം hearing loss ഉണ്ടാവാം. maybe because of
of the brain pathway to recognize what is being heard. Adil a particular kind of hearing loss and so palathathilalla hearing loss undale. So damage to ossicles middle ear lulla damage undayal endu thathilalla hearing loss undavunnaanu ee oru particular questions. The options include stimulation hearing loss, nerve hearing loss, brain related hearing loss, or conduction hearing loss. Endarikku the correct answer? The correct answer is conduction. Okay, so എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയാൽ നമുക്ക് നോക്കാം. സോ മിഡിൽ ഇയർ ബോൺസ് എന്ന് പറയുന്നത് ossicles, അതിനെ നമുക്ക് ഇൻകസ്, മാലീസ്, ടേപ്പീസ് എന്ന് പറയാം അല്ലെ. സോ ദീസ് ആർ വെരി ടൈനി ഇയർ ബോൺസ് വിത്തിൻ ദി മിഡിൽ ഇയർ എന്ന് പറയും. സോ ദീസ് ആർ മേജർലി റെസ്പോൺസിബിൾ ഫോർ സൗണ്ട് വൈബ്രേഷൻസ്. ഓക്കെ, സോ നമ്മൾ ഇയർ ഡ്രമ്മിൽ നിന്ന് കിട്ടിയ സൗണ്ട് വൈബ്രേഷൻസ് ഇന്നർ ഇയർ കോക്ലിയയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടക്ഷൻ ആണ് ഇതിന്റെ മേജർ ഐഡിയ. ഓക്കെ, മേജർലി ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്. സോ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ബോൺസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ sound waves vibrating on the eardrum might not be properly conducted to the, or proper transmission of sound waves നടക്കില്ല to the cochlea അല്ലെങ്കിൽ inner ear, which can result in conduction hearing loss. However, ഒരു nerve hearing loss സംഭവിക്കുക എപ്പോഴായിരിക്കും? ഒരു auditory nerveൽ എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോഴായിരിക്കാം nerve related hearing loss വരിക. അതിനെ നമ്മൾ sensory neural hearing loss എന്നും പറയും. ബ്രെയിൻ റിലേറ്റഡ് പാത്വേയിൽ ഹിയറിംഗ് ലോസ് വരിക എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആയിട്ടുള്ള ഓഡിറ്ററി പാത്വേസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള ഏരിയാസ് ഉണ്ട് വിച്ച് റിസൾട്ട് ഇൻ ഹൗ വി ഹിയർ. ഓക്കെ, ഹൗ ടെമ്പറൽ ലോബിലാണല്ലോ പ്രത്യേകമായിട്ട് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം ഒക്കെ ഉള്ളത്. സോ ആ ഒരു പാത്വേയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിനെ ബ്രെയിൻ പാത്വേ ഹിയറിംഗ് ലോസ് എന്ന് വിളിക്കാം. And stimulation hearing loss is not a standard category in accordance with some kind of a hearing loss. അതുകൊണ്ട് തന്നെ so this particular answer is conduction hearing impairment എന്നുള്ളതാണ്. Okay, the next question നമ്മൾ ലിസ്റ്റുകൾ മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ ലിസ്റ്റ് 1ലുള്ള ഓപ്ഷൻ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, സർവേസ്, എക്സ്പെരിമെന്റൽ റിസർച്ച്, കേസ് സ്റ്റഡി മെത്തേഡ് ആണ്. ലിസ്റ്റ് 2ലുള്ളത് detailed information is gathered, can be used in field as well as laboratory setting. Behavior is observed in natural settings. Large amount of information can be acquired quickly. So illatha edaയിരിക്കും correct answer? The correct answer is systematic observation means behavior is observed in natural setting. Then surveys means a large amount of information can be acquired quickly. C, experimental research means can be used in field as well as laboratory setting. And finally, case study method എന്ന് പറയുന്നത് it is a detailed information gather ചെയ്യുന്ന ഒരു particular kind of study ആണ്. Okay, so നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ കെയർഫുൾ ആയി വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത ബിഹേവിയർ നമ്മൾ ഇൻ റിയൽ വേൾഡ് അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിങ്ങിന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സർവേ ഡെഫിനറ്റ്ലി ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വളരെ ഈസിലി ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് ആണല്ലേ. നമ്മൾ ഇന്റർവ്യൂസും ക്വസ്റ്റനേഴ്സും വഴി ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം വളരെ ഷോർട്ട് ടൈമിൽ. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഇൻവോൾവ്സ് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ certain definitely in labs where controlled situations are possible and in certain field settings also. And then we have a case study method. So in depth ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കേസ് സ്റ്റഡി നടക്കുന്നത് about a group or event or an individual, providing a detailed qualitative data. Okay, the next question is Ebbinghaus found that information is forgotten. Okay, when is that information forgotten? So Ebbinghausന്റെ ഒരു forgetting curve തന്നെ ഉണ്ട് അല്ലേ. സോ എപ്പോഴാണ് ഇൻഫർമേഷൻ forget ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ question. More or at what rate? So Ebbinghaus found that information is forgotten more rapidly as time goes by, gradually at first, then increasing in speed of forgetting, quickly at first and tapering off gradually, most quickly one day after learning. എന്താണ് ഇതിന്റെ correct answer? The correct answer is quickly at first and then tapering off gradually അല്ലേ. സോ അതുകൊണ്ടാണ് റിവിഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. ബിക്കോസ് ആൻഡ് അഗൈൻ റിവിഷൻ, വാട്ട് കൈൻഡ് ഓഫ് റിവിഷൻ? ഇസ് ഇറ്റ് സ്പേസ്ഡ് റിവിഷൻ ഓർ മാസ് റിവിഷൻ? സ്പേസ് ലേണിംഗ്, മാസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് വിത്തിൻ കോഗ്നിറ്റീവ് സൈക്കോളജി, വിച്ച് ഹാസ് ഡിഫറെൻറ്റ് തിയറീസ് അല്ലേ. ആൻഡ് Ebbinghaus had been the former prior
pioneer in learning, forgetting, in understanding memory. So according to forgetting curve by Abegwis, വളരെ പെട്ടെന്ന് information പോവുകയും in the beginning and then later on വളരെ gradually information lost ആവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് after the encoding of an information. So revision അല്ലെങ്കിൽ elaboration, rehearsal എന്ന് പറയുന്ന processes ഒക്കെ വളരെ important ആയിട്ടുള്ള processes-കളാണ്. The next question is, according to Alpert's classification, what is correct sequence of developing of proprium? അല്ലെ, proprium എന്ന് പറയുന്നത് ഒരു functional capacity ആണ് of self. So Alpert's classification, Alpert theory of personality ഒക്കെ ഓർത്തെടുക്കുക. അതിന്റെ options include self-image, extension of self, bodily self, self-identity, self-esteem. എന്തായിരിക്കും ഇതിന്റെ correct answer? The correct answer is, the correct sequence of development of proprium include bodily self, then self-identity, then self-esteem, then extension of self, and finally self-image. Okay. So bodily self എന്ന് പറയുന്നത് the idea that this is mine, that is yours. അല്ലെങ്കിൽ എൻ്റെ ഒരു കൈ എൻ്റെ ബോഡിയുടെ ഭാഗമാണ്, ആ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് എൻ്റെ ബോഡിയുടെ പാർട്ടല്ല, ദിസ് ഇസ് മൈ ബോഡി എന്നുള്ള ഏർലിയസ്റ്റ് അവയർനെസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പ്രൊപ്രിയം എന്നുള്ളതാണ്. Then self-identity, the sense of sameness, continuity. So, I am the same me. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എവിടെയൊക്കെ ചെയ്താലും കൺസിസ്റ്റന്റ്ലി ചെയ്യാൻ പറ്റുന്നു. The self-identity, sense of sameness, continuity നെയാണ് next stage എന്ന് പറയുന്നത്. Then comes self-esteem. So, certain of the things we can do very independently, very assertively, with a lot of autonomy. Our particular idea of what we are capable of, what we are not capable of, അതിനെയാണ് self-esteem എന്ന് പറയുന്നത്. Usually during the preschool time ലാണ് ഈ ഒരു particular, if you remember the Erik Erikson stages, ആ ഒരു initiative versus ആ ഒരു particular stage ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. Try to link this particular concept with that. Then comes extension of self. So extension of self എന്ന് പറയുന്നത് mind stretched to people, places, possessions എന്നുള്ളതാണ് extension of self. So this is my bag, this is my school, this is my parent, this is my native place എന്നുള്ളൊരു ഐഡിയ. ദി എക്സ്റ്റെൻഷൻ ഓഫ് സെൽഫ്. ഏർലിയർ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പ്രിഡോമിനന്റ്ലി നിന്നൊരു സെൽഫിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക ടു വേരിയസ് അതർ തിങ്സിനെയാണ് എക്സ്റ്റെൻഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി സെൽഫ് ഇമേജ്. സോ അവയർനെസ് ഓഫ് ഹൗ അതേഴ്സ് സീ മീ, what are the roles expected out of me, what are the responsibilities given onto me, that is called self image എന്ന് പറയുന്നത്. So then later comes rational coping and appropriate striving, which aren't the part of the options given below, but anyways, please make sure that is also included within your learning. I hope it's clear. Then the next question is match list 1 and 2 again. So the theories, certain of the theories given are ethological theory, ecological theory, evolutionary psychology, and epigenetic view. So list 2 ilathu parayunnathu development is result of ongoing bidirectional interchange between hereditary and environment, adaptation and survival of the fittest shape behavior. Then development is influenced by environmental systems, categorized by critical period and imprinting. Okay, so the correct answer എന്തായിരിക്കും? The correct answer is option A, which is ethological theory എന്ന് പറയുന്നത് categorized by a critical period and imprinting. B, ecological theory means development is influenced by environmental systems. Then C, evolutionary psychology means adaptation and survival of the fittest shape behavior. And finally, epigenetic view means development is the result of ongoing bidirectional interchange between hereditary and environment. Okay, so ethological theory was actually, as I said earlier in this earlier video, which talked about motivation. Motivation the pala different constructs and pala different approach. And the one theory on ethological theory. So it was majorly given by Lawrence and Tinbergen. So according to them, എന്തൊരു തരത്തിലുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊരു ബയോളജിക്കൽ ബേസ് ഉണ്ടെന്നും അതിന് സർട്ടൻ ക്രിട്ടിക്കൽ പീരീഡ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇംപ്രിന്റിങ് ഇൻ ഗ്രേലാഗ് ഗീസ് എന്ന് പറയുന്ന ഒരു സർട്ടൻ സെറ്റ് ഓഫ് ആനിമൽസിൽ നടത്തിയ സ്റ്റഡീസ് ഒക്കെ പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ഇറ്റ്. സോ ആ ഒരു ഏതൊരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ നമ്മൾ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുള്ളൂ. ഏതൊരു പെർട്ടിക്കുലർ പീരീഡിലും നമ്മൾ സർട്ടൻ സെറ്റ് ഓഫ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അന്നേരം അതിൻ്റെതായ എൻവയറമെന്റ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റ്ലി attain ചെയ്യും എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് എത്തലോജിക്കൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, എക്കോളജിക്കൽ തിയറി is from Bronfenbrenner. According to this particular theory, ഒരു individual is actually embedded in multiple environmental systems such as microsystem, mesosystem, ecosystem, exosystem, macrosystem, chronosystem, അങ്ങനെ
പലതരത്തിലുള്ള എൻവയറമെന്റൽ സിസ്റ്റത്തിൽ എംബഡഡ് ആണ്. സോ ഐ എം നോട്ട് ജസ്റ്റ് മീ, ഐ ആം മെയ്ഡ് ഓർ ഷേപ്ഡ് ഓൺ മെയ്ഡ് റെസ്പോൺസിബിൾ ഓഫ് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് സിസ്റ്റംസ് അറൌണ്ട് മീ. അതിനെയാണ് എക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. Then evolutionary psychology definitely talks about how we had developed certain behaviors, we are motivated to do certain behaviors in order to be this fittest among all to survive എന്നുള്ള ഒരു ഐഡിയ തന്നെയാണ് evolutionary psychology put forth ചെയ്യുന്നത്. Then epigenetic view. According to epigenetic view, നമ്മൾ ഒരു എന്തൊരു തരത്തിലുള്ള ബിഹേവിയർ ആയാലും it is always a result of interaction between hereditary and environment. So if we carry certain genes that predisposes us to certain stressors, predisposes us to certain vulnerabilities, given that environment, we might develop certain tendencies according to that hereditary എന്നുള്ളതാണ് epigenetic view. I hope it's clear. The next question is, who termed the body's response to stresses as the general adaptation syndrome? So GAS model എന്ന് പറയുന്ന ഒരു particular model ഉണ്ട്. So who was the major idea, proponent behind that particular theory എന്നുള്ളതാണ് the question is. So is it Walter Cannon, Richard Lazarus, Hans Selye or Carl Jung? എന്താണ് correct answer? The correct answer is Hans Selye. So he had talked about 3 different stages such as alarm stage, resistance stage, exhaustion stage, which results in how we react to stressors in by our body's response എന്നുള്ളതാണ് Hans Selye തന്നിരിക്കുന്ന ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം സ്ട്രെസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ. വോൾട്ടർ കാനൻ എന്ന് പറയുന്ന ആൾ എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? വോൾട്ടർ കാനൻ was actually proponent for that Cannon-Barth theory of emotion, which talks about how physiological response to a particular stimuli നമ്മുടെ ഇമോഷണൽ റെസ്പോൺസ് ടു ദാറ്റും സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് റാദർ ദാൻ വൺ ബീയിങ് ദി ഡിറ്റർമിനന്റ് ഓഫ് അതർ എന്നുള്ളതാണ് വോൾട്ടർ കാനന്റെ കോൺട്രിബ്യൂഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. റിച്ചർഡ് ലസാറസ് ഓൾസോ ടോക്സ് അബൌട്ട് സ്ട്രെസ്സസ്. ഓക്കെ, ഹി ടോക്സ് അബൌട്ട് ഹൗ ഒരു പെർട്ടിക്കുലർ സ്ട്രെസ്സർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കോഗ്നിറ്റീവ്ലി അപ്രൈസ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് അതിനെ കോഗ്നിറ്റീവ്ലി ഇന്റർപ്രറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് റിച്ചർഡ് ലസാറസിന്റെ തിയറി എന്ന് പറയുന്നത്. According to him, there are 2 kinds of appraisal: primary appraisal, secondary appraisal. Primary appraisal is where we understand whether that situation is threatening, significant to us or not. And secondary appraisal is the appraisal of whether നമുക്ക് ആ ഒരു particular situationൽ വേണ്ട റിസോഴ്സസ് ഉണ്ടോ എന്നുള്ളൊരു ഇവാലുവേഷൻ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് അനുഭവപ്പെടുന്നത് എന്നാണ് റിച്ചർഡ് ലസാറസ് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഐഡിയ. ആൻഡ് കാൾ ലാംഗെ എവിടെയാണ് കേട്ടിട്ടുള്ളത്? കാൾ ലാംഗെ is actually part of James Lange theory of emotions, which was the pioneer theories of emotions to understand emotions. And according to them, physiological reaction resulted in emotional response എന്നാണ് ആ ഒരു particular theoryയുടെ ഐഡിയ എന്ന് പറയുന്നത്. So please make sure all other options you know and expand on it further. Okay, the next question is, which of the following is defined by the number of people who get particular item correct for a test that measures achievement or ability in the പറയുന്നത്? Okay, so the options include item difficulty, item validity, criterion validity and item reliability. എന്തായിരിക്കും അതിന്റെ correct answer? The correct answer is item difficulty. Okay, so എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. item difficulty എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ഓഫ് ടെസ്റ്റ് ടേക്കേഴ്സ് ആരൊക്കെയാണോ ആ ടെസ്റ്റ് പാർട്ടായിട്ടുള്ളത് അവർ ഹു ആൻസർ ദി ഐറ്റം കറക്റ്റ്ലി എന്നുള്ളത് തന്നെയാണ് ഐറ്റം ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹയർ വാല്യൂ മീൻസ് ദാറ്റ് ദി ഐറ്റം ഈസ് ഈസിയർ, ലോവർ വാല്യൂ മീൻസ് ദാറ്റ് ദി ഐറ്റം ഈസ് മോർ ഡിഫിക്കൾട്ട്. അതിനെയാണ് ഐറ്റം ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഐറ്റം വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹൗ വെൽ എൻ ഐറ്റം മെഷേഴ്സ് വാട്ട് ഇറ്റ് സപ്പോസ് ടു മെഷർ. സോ നമ്മളൊരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഫോർ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് whether it accurately measures അതിന്റെ ഐറ്റംസ് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യുന്നുണ്ടോ വാട്ട് ഇറ്റ് സപ്പോസ് ടു മെഷർ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നുള്ള ഒരു ഐഡിയനെയാണ് ഐറ്റം വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി നമ്പർ ഹു ഹാവ് ഗിവ് ഓഫ് ടെസ്റ്റ് ടേക്കേഴ്സ് ഹു ഹാവ് മേക്ക് ദി ആൻസർ കറക്റ്റ്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്യാം. ഐറ്റം വാലിഡിറ്റി എന്ന് പറയുന്നത്, ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ഹൗ വെൽ ടെസ്റ്റ് സ്കോർ പ്രെഡിക്ട്സ് ദി പെർഫോമൻസ് ആണ് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ. സോ ഒരു പെർട്ടിക്കുലർ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ എത്രത്തോളം ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് സക്സസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ GPA പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്റ്റേണൽ ക്രൈറ്റീരിയ
ക്രൈറ്റീരിയനെ കൊണ്ടുവന്ന് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് സ്കോർ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി പോലത്തെ മെഷേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു ഐറ്റം ലെവലിലല്ല, പക്ഷെ ഒരു ടെസ്റ്റ് ലെവലിൽ ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി ഉള്ളത്. ഐറ്റം റിലയബിലിറ്റി എന്ന് പറയുന്നത് റെഫേഴ്സ് ടു കൺസിസ്റ്റൻസി ഓഫ് റെസ്പോൺസസ് ടു ദി സെയിം ഐറ്റം അക്രോസ് അഡ്മിനിസ്ട്രേഷൻസ് ഓർ ഇക്വലന്റ് ഫോംസ്. എത്രത്തോളം ആ ഒരു റെസ്പോൺസസ് കൺസിസ്റ്റന്റ് ആണ് ടു ദി സെയിം ഐറ്റം, എത്രത്തോളം അഡ്മിനിസ്റ്റർ ചെയ്താലും എത്രത്തോളം തവണ അതിന്റെ ഒരു ഈക്വലന്റ് ഫോം കൊടുത്താലും ആ റെസ്പോൺസസ് കൺസിസ്റ്റന്റ് ആണോ ടു ദാറ്റ് സെയിം ഐറ്റം. അതൊരു നമ്പർ ഓഫ് കറക്റ്റ് റെസ്പോൺസസ് തരുന്നൊരു മെഷർ അല്ല, ബട്ട് റാദർ കൺസിസ്റ്റൻസി പറയുന്ന മെഷർ ആണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. സോ അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിലെ കറക്റ്റ് ആൻസർ ഇസ് ഐറ്റം ഡിഫിക്കൽട്ടി. I hope it's clear. The next question is, which correlation provides a measure of relation between a continuous variable and two categorical or dichotomous variable? Okay, so the options include product moment correlation coefficient, partial correlation, point biserial correlation and phi coefficient. എന്താണ് ഇതിന്റെ correct answer? The correct answer is point biserial correlation. Okay, so എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. So the question is, which correlation provides measure of relationship between a continuous variable and two categorical variable അല്ലെങ്കിൽ dichotomous variable എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യം. അപ്പോൾ എന്താണ് ഈ ഓരോ വേരിയബിൾസ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ, എന്താണ് കാറ്റഗറിക്കൽ വേരിയബിൾ, എന്താണ് ഡൈക്കോട്ടമസ് വേരിയബിൾ എന്നുള്ളത്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ് എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ മനസ്സിലാവുള്ളൂ. സോ പ്ലീസ് റിവൈസ് ഓൺ ദാറ്റ്. ഓക്കെ, സോ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്ന് പറയുന്നത് Pearson's R എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് യൂസ് ഫോർ വേരിയബിൾസ് ദാറ്റ് ആർ കണ്ടിന്യൂസ്. അപ്പം രണ്ട് വേരിയബിൾസ് ഉണ്ട്, അതിന്റെ കോറിലേഷൻ മനസ്സിലാക്കണം. അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പിയേഴ്സൺസിന്റെ കോറിലേഷൻ ഉള്ളത്. പിന്നെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് മെഷർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് വൈൽ കൺട്രോളിങ് എ തേർഡ് വേരിയബിൾ. സോ തേർഡ് വേരിയബിൾ ആയിട്ടുള്ള ഒരു വേരിയബിളിനെ നമ്മൾ കൺഫൗണ്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് മറ്റ് രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിനെയാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ബൈസീരിയൽ, ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ പോയിന്റ് ബൈസീരിയൽ ആണ് അല്ലേ. ഇപ്പൊ പോയിന്റ് ബൈസീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് വെൻ വൺ വേരിയബിൾ ഇസ് കണ്ടിന്യൂസ് ആൻഡ് ദി അതർ വേരിയബിൾ ഇസ് ഡൈക്കോട്ടമസ്. ടു കാറ്റഗറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ point biserial correlation ഉപയോഗിക്കുള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി phi coefficient എന്ന് പറയുന്നത് യൂസ്ഡ് വെൻ both the variables are dichotomous ആയ രണ്ട് വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസും ഡൈക്കോട്ടമസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ phi coefficient ഉപയോഗിക്കും. So in this case where one continuous and the other one is dichotomous, we would definitely use point biserial correlation. Okay, I hope it's clear. So I hope today's video is clear to you. If there's any doubts, please make sure you get it cleared, and അടുത്ത വീഡിയോ കാണുന്നവരെ bye bye.